ഈ ലോകത്തെ ഏറ്റവും വലിയ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തോൽവിയാണ്. തോൽവി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ വരൂലേ. നമ്മൾ ഒരു എക്സാം എഴുതിയത് മാത്രമല്ല തോൽവി, നമ്മുടെ ജീവിതത്തിന് മുമ്പിലും നമ്മൾ തോൽക്കുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള ഒരുപാട് തോൽവികളുണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ, നമ്മുടെ സ്നേഹത്തിന്റെ മുമ്പിൽ, അങ്ങനെ ഒരുപാട് തോൽവികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമുക്ക് വിജയിക്കാനുള്ള ഒരു 10 തന്ത്രങ്ങളാട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു രീതിയിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇതിൽ എസ്പെഷ്യലി ഞാൻ പറയുന്നത് ഓരോരുത്തരും ഓരോ കരിയറിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ ഓരോ ഗോൾ ആഗ്രഹിച്ചിട്ട് അതിനെ നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോഴാണെങ്കിലും അവരെല്ലാവരും തോറ്റു പോകുന്നുണ്ടല്ലേ. ഞാനടക്കം തോറ്റു പോകുന്നുണ്ട്. ആ തോറ്റു പോകുമ്പോഴും തോൽക്കാതെ പിന്നെയും പ്രയത്നിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ മനുഷ്യരായിരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിലുണ്ട്. കാരണം നമ്മുടെ ആഗ്രഹമാണ്, നമ്മളുടെ ഇഷ്ടമാണ്, നമ്മുടെ സന്തോഷമാണ് നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്തിക്കുക, സക്സസ് ആക്കുക എന്നുള്ളത്. അപ്പം അത് എന്തായാലും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം വിജയം കണ്ടെത്താൻ പറ്റൂ കേട്ടോ. വിജയം എന്ന് പറയുന്നത് ആർക്കും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല. വിജയം നമ്മൾ എത്തിപ്പെടേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു രീതിയിൽ എന്താ പറയുക, ചോക്ലേറ്റ് പൈസ കൊടുത്ത് മേടിക്കുന്ന പോലെ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വിജയം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രയത്നിച്ച് എത്തിച്ചേരേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ 10 പോയിന്റിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ടും ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം കണ്ടെത്താൻ പറ്റും. ഉറച്ചായിട്ടും വിജയം കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ലൈഫിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിജയം നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കണം, നമ്മുടെ ലൈഫ് നമുക്ക് സെറ്റിൽ ആയിരിക്കണം, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് എത്ര പേർക്ക് സാധിക്കാൻ പറ്റുന്നുണ്ടല്ലേ. നമ്മൾ ചില പ്രിൻസിപ്പിൾസ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലപ്പാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും വിജയം നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലും കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പാഷൻസ് ഉണ്ടാവും, നല്ല എന്തെങ്കിലുമൊക്കെ ഗോൾസ് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വേണം. അതാട്ടോ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ബിലീവ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും പലർക്കും ഇല്ലാത്ത കാര്യം അതാണ്. നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ വിശ്വസിക്കുക. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ വിശ്വസിക്കാം, അതുപോലെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു ജോലി നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാഷൻ അനുസരിച്ച് നമുക്കുള്ള സ്കില്ലിനനുസരിച്ചുള്ള ഒരു ജോബ് ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ അവൻ അത് ചെയ്തപ്പോൾ അവനത് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനും അത് എടുക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒത്തിരി പേര് ബിസിനസ് ഒക്കെ അതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാനും നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഗോൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സെലക്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി പോകുന്ന വേളയിലാണെങ്കിലും ഒരുപാട് തോൽവികൾ ഉണ്ടാവും. തോൽവി ഇല്ലാതെ ആർക്കും ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. ചില ആൾക്കാർ മാത്രമായിരിക്കും ലക്ക് കൊണ്ട് പെട്ടെന്ന് സക്സസ് ആവുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരുപാട് തോൽവികൾ കടന്നിട്ടായിരിക്കാം വിജയത്തിലേക്ക് എത്തുക. നമ്മൾ ഒരു കാര്യത്തിൽ പരിശ്രമിക്കുകയാണെങ്കിൽ തോൽവികൾ ഉണ്ടാവും. ഈ തോൽവി കഴിഞ്ഞ് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയത്തിലെത്തും. അതൊക്കെ നമ്മുടെ ലൈഫ് നമുക്ക് തന്ന പാഠം തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെ ഇനി ഞാനിവിടെ തോറ്റു പോയി കഴിഞ്ഞാലും ഞാൻ എങ്ങനെയെങ്കിലും അതിനുള്ള വഴി കണ്ടെത്തി ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു വിശ്വാസം, ഞാൻ എന്ത് വന്നാലും ഞാൻ ഇത് ബാക്കപ്പ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ള വിശ്വാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമുള്ളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് വിഷ്വലൈസ് യുവർ ഗോൾ എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പാഷൻസ് ഉണ്ട്, ഒരുപാട് ഡ്രീംസ് ഉണ്ട്. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരായിരിക്കും. എന്തുകൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഇത് കാണുന്നുണ്ടാവാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഒരു തോൽവി വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടെന്ന് പറയും, എന്നെ കൊണ്ട് ഒന്നും പറ്റൂലപ്പ, ഇതൊക്കെ വെറുതെ ഞാൻ ഇറങ്ങി തിരിച്ചു, വെറുതെ വെറുതെ ഹോപ്പ് മാത്രം, വെറുതെ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. തോൽവിയുടെ മുമ്പിലും നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ വിഷ്വലൈസ് ചെയ്യാം. ഞാൻ ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഒരു വലിയ ചാനലായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ അത് വളരെ ചെറുതാണെന്ന് എനിക്ക് തന്നെ നോക്കി കാണാൻ അറിയാം. പക്ഷെ ഇത് സീറോയിൽ ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എത്തിയല്ലോ. അത് അല്ലാതെ ഒരു പടീന്റെ മേലിന്, ഒരു സ്റ്റെയറിന്റെ അവസാനത്തെ പടിയിൽ നിന്ന് നമുക്ക് മുകളിലെ പടിയിലേക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. ചവിട്ടി കയറാൻ പറ്റുള്ളൂ, നമ്മൾ പരിശ്രമിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചവിട്ടി കയറുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അത് നമുക്ക് ഏറ്റവും എനർജി തരുന്ന, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഈ കാണുന്ന വിഷ്വലൈസിങ് ആണ് കേട്ടോ. നമ്മളിപ്പം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ, ഒരു പോസ്റ്റിലേക്ക് എത്തി എന്നതിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്ക് തോന്നുന്നു ദിവാസ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക, ഞാൻ അങ്ങനെ എത്തി, ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തി, എന്റെ ലൈഫൊക്കെ ആ ഒരു സെറ്റിലാണ് ഇല്ലേ എന്നുള്ള ഒരു വിഷ്വലൈസിങ്
എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക, തോൽവിയിലും ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇപ്പൊ എന്റെയൊക്കെ ചാനൽ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ അത്രയും വ്യൂ കിട്ടിയെന്നൊക്കെ ഡ്രീം കണ്ടുകൊണ്ടേ ഇരിക്കും. ഇതല്ലാതെ ഒരുപാട് ഡ്രീംസ് എന്റെ പേഴ്സണൽ ലൈഫിലുണ്ട്. ഇതൊക്കെ ഞാൻ ഡ്രീം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. ഈ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഇത് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ആൻസർ തരാൻ പറ്റില്ല. പക്ഷെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അങ്ങോട്ട് മാറി ഒരു പോസിറ്റീവ് ചിന്ത വരാനും പിന്നീട് പിന്നീട് പിന്നെയും പിന്നെയും ശ്രമിക്കാനുള്ള ഒരു പവർ, ഒരു ശക്തി നമ്മുടെ മൈൻഡിന് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ചായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രീം ഉണ്ട്, പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടാണെങ്കിലും ടേക്ക് ആക്ഷൻസ്. നമ്മൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾക്ക് ചില ആൾക്കാരുണ്ടാവും ചില ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ജോലി നേടിയെടുത്ത് അവിടെ കയറി പറ്റും, അവിടെ ഇരുന്ന് അതിനുശേഷം പിന്നീട് ഇങ്ങനെ സായി ആയിട്ടാ പോവാ, ഇനി അങ്ങോട്ട് ഈ ലൈഫ് അങ്ങനെ പോയിക്കോളും. ഇല്ല കേട്ടോ, ഏത് വർക്ക് കയറുകയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നിങ്ങൾ അവിടെ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ പോസ്റ്റ് കയറുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഗെയിൻ ഉണ്ടാവുക. നിങ്ങൾ എത്രത്തോളം ആക്ഷൻസ് അവിടെ ഇടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് വിജയം വരുള്ളൂ. ചുമ്മാതിരുന്ന് അത് കിട്ടില്ല. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അത് തന്നെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ഷൻ എടുത്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഫെയിലിയേഴ്സ് വരാം, അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുക. അല്ലാതെ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വിജയം നിങ്ങളെ തേടി വരില്ല. നിങ്ങളാണ് വിജയത്തെ തേടി പോകേണ്ടത്. ഒരുപാട് ഫെയിലിയർ വരുമ്പോഴും ആ ഫെയിലിയർ മേലെ ചവിട്ടി പിന്നീട് ഓരോ വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ട്രസ്റ്റ് യുവർ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. പലപ്പോഴും നമ്മളൊരു തോൽവി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് പാഷൻ എടുത്താലും ആ പാഷൻ എന്ന് പറയുന്നതിൽ, നമ്മളിപ്പോ ഒരു ജോബ് എന്ന് പറയുന്ന ഒരു പാഷനാണ്, ആ വ്യക്തിക്ക് ആ ജോബ് ചെയ്തു പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ആ വ്യക്തിക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ നമ്മൾക്ക് അറിയുന്ന ഏരിയയിൽ മാത്രം വിശ്വസിച്ച് പോവാതെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യണം എന്നുള്ള ന്യൂ സ്കിൽസ് പഠിച്ചിട്ടും ന്യൂ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ വിജയം വരുള്ളൂ. അല്ലാതെ എനിക്കറിയുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു കുറച്ച് കാര്യം കൊണ്ട് മാത്രം ഞാൻ എങ്ങനെയെങ്കിലും ഇത് തട്ടിക്കൊട്ടി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സുകൊണ്ട് ഡ്രീം കണ്ട അല്ലെ വിഷ്വൽ ചെയ്ത പോലത്തെ രീതിയിലുള്ള ഒരു സക്സസ്സും നമ്മളെ ലൈഫിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളെ വിശ്വസിക്കുക, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും, എനിക്കിത് എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും, എത്ര ഞാൻ തോറ്റുപോയാലും ഞാൻ വീണു പോകില്ല, ഞാൻ എഴുന്നേറ്റ് പിന്നെയും പിന്നെയും പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കാം കേട്ടോ. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് തോട്ട്സ് ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാട്ടോ. അത് എത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഇന്ന് നമുക്ക് എന്താണ് നമ്മുടെ ബിസിനസ്സിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കിൽ എന്താ വരാൻ പോകുന്നത്, ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ എന്താ വരാൻ പോകുന്നത് നമുക്കറിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതെന്നെ കൊണ്ട് മുഴുവനാക്കിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ, ഇതിന് മാത്രമുള്ള ഫണ്ട് എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ എനിക്ക് ശോഭിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും. അങ്ങനെയല്ലാതെ ഞാൻ ഇതിൽ സക്സസ് ആവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്യും, പൈസയല്ലേ അതൊക്കെ വന്നോളും, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ടെൻഷൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതെയോ ഒന്നും പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരുടെ ലൈഫിലും. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് തലവേദന, ഈ തലവേദന അതാണോ ഇതാണോ ഇങ്ങനെയാണോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ തലവേദന മാറുകയില്ല. അല്ല, ചില വ്യക്തികളുണ്ട് തലവേദന വന്നാൽ അതിപ്പോ മാറിക്കോളും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെറിയ പാരസെറ്റമോൾ എന്തെങ്കിലും കഴിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അതിന് ഒട്ടും ബോധേഡായിരിക്കില്ല ഇങ്ങനെ ഒരു വേദന അവിടെ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ പിറ്റേ ദിവസം ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നോ എന്ന് പോലും അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത് നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം തന്ന പാടാണ്. തിരിഞ്ഞു നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും ലൈഫിന് ചുറ്റും ഒരു പോസിറ്റീവ് തോട്ട്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. തോൽവിയിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ഇതിന് തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകും, എനിക്ക് ഇതിൽ നിന്നും ഒരു സക്സസ് എത്താൻ പറ്റൂ എന്നുള്ള തോട്ട്സിലിരിക്കുക. ഫെയിലിയർ വന്നുകൊണ്ടേയിരിക്കും. ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്സ്. നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് ഫെയിലിയർ. പക്ഷെ ഫെയിലിയർ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു കാര്യമാണ്. ഒരു കാര്യത്തിൽ നമ്മൾ തോറ്റാൽ മാത്രമേ എന്തുകൊണ്ട് തോറ്റു നമ്മൾ ചിന്തിക്കുകയും അത് എന്താണ് നമ്മളുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുകയും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുള്ളൂ. ശരിക്കും ജീവിതത്തിൽ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മൈൻഡും പവർഫുൾ ആവുക, നമ്മളെ ലൈഫും പവർഫുൾ ആവുക. അപ്പൊ തോൽവി
തോൽവി എന്ന് പറയുന്നത് അങ്ങനെ വലിയ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ചില ആൾക്കാർക്ക് വലിയ വലിയ തോൽവികൾ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സഹിക്കാനോ പറ്റില്ല. പക്ഷെ നമ്മൾ കുഞ്ഞു കുഞ്ഞു തോൽവിയിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു വലിയ സ്ട്രെങ്ത് ആണ്. ഇത് പറയാനുള്ളത്, കീപ് ട്രൈയിങ്. നമ്മൾ തോൽക്കും, എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ ചില ആൾക്കാര് ചില കാര്യങ്ങള് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ തന്നെ കളിയാന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഒരു കാര്യം നമ്മൾ ഇറങ്ങി തിരിച്ചു, നമ്മളൊരു പാഷനിൽ നമ്മളൊരു എന്ത് കാര്യത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അതിൽ ഒരുപാട് താഴ്ചകൾ വരുന്ന സമയത്ത് ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഒത്തിരി പേര് ഇട്ടിട്ട് പോകുന്നുണ്ട്. അല്ല, കീപ് ട്രൈ. നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഇൻ കേസ് ചില ജോലി ആയിരിക്കാം, നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടിയിട്ടില്ല, നമ്മൾ കിട്ടിയൊരു ജോലി കയറിയാലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അടുത്തൊരു പൊസിഷനിലേക്ക് കയറാനായിരിക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അത് എഫക്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വിചാരിക്കും മതി, ഇനി ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത്. അല്ല, ട്രൈ ചെയ്യുക. എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നേടാൻ പറ്റും എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യാതെ ആരും നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതരില്ല ഒരു കാര്യവും. നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അനദർ പൊസിഷൻ അല്ലെങ്കിൽ അനദർ പോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ട്രൈ എന്നുള്ളത് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിജയത്തിന്. ബി റെസിലിയന്റ്. കേട്ടോ അടുത്ത പോയിന്റ്. നമ്മൾ ലൈഫിലേക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് വരും. ഫെയിലിയേഴ്സ് ഇനി എത്ര വന്നാലും മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മളുടെ ലൈഫിലേക്ക് എത്ര ഫെയിലിയർ വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും സ്റ്റെപ്പ് ബാക്ക് ആവാതെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എപ്പോഴും മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും സക്സസ് ആയിട്ട് ഇരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സക്സസ് കാണാൻ പറ്റില്ല. ഇൻ കേസ് നമ്മളിപ്പോൾ ലൈഫിൽ ഒരുപാട് പേര് സക്സസ് ആയിട്ട് കാണുന്നുണ്ടല്ലേ, ഒത്തിരി പേര് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെ സക്സസിൽ ഇവർ ഒരുപാട് ഫെയിലിയേഴ്സ് കണ്ട ആൾക്കാരാണ്. ഈ ഫെയിലൊന്നും ഇവര് ബാക്കപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പോവാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് എല്ലാം സക്സസ് കാണാൻ പറ്റിയത്. പക്ഷെ നമ്മൾ പലർക്കും അതിനുള്ള ആ ഒരു മനക്കട്ടി ഇല്ല. നമ്മളൊരു കാര്യത്തിൽ ഫെയിൽ ആകുന്ന സമയത്ത് ഇനി ഇതിൽ കൂടുതൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് ശരിയാവത്തില്ല എന്ന് കരുതിയിട്ട് പലപ്പോഴും നമ്മൾ എല്ലാവരും നമ്മൾ നിർത്തുകയാണെന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വിജയം കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോഴും ഞാൻ അതിലൊക്കെ തോറ്റുപോയി, ഞാൻ ഇവിടെ ഇരുന്നു പോയി എന്ന് പറയാനേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇനി എത്ര ഫെയിൽ വന്നു കഴിഞ്ഞാലും അതിന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ധൈര്യം എടുക്കുക, അതിനൊരു കോൺഫിഡൻസ് എടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്ത പോയിന്റ്, നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴും ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഫെയിലർ വന്നാൽ ഒരിക്കലും ബാക്കപ്പ് ചെയ്യാതെ നമ്മൾ അതിലേക്ക് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ ലൈഫിലേക്ക് നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലരെ ഒരേ വേലായിരിക്കും പോകുന്നുണ്ടാവുക. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻസ്, നമ്മൾ തോൽവിയിൽ നിന്നൊക്കെ കണ്ടെത്തിയ സൊല്യൂഷൻസ് നമുക്ക് ഒരിക്കലും സൂട്ടബിൾ ആയ ഒരു കാര്യമായിരിക്കില്ല. ചില ആൾക്കാർക്ക് നമ്മൾ പോകുന്ന ഒരേ രീതിയിൽ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുകയില്ല. ഇപ്പം നമ്മളിപ്പോ പൊതുവെ പല സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പഴയ ആൾക്കാർക്കൊക്കെ അക്കൗണ്ടിങ് ഒക്കെ അവര് ജേർണൽ ആ ഒരു രീതിയിലായിരിക്കും എഴുതിയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇപ്പോഴത്തെ ന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെല്ലാ സിസ്റ്റത്തിലേക്ക് മാറി, നമ്മള് ടെക്നോളജി വളർന്നു. പക്ഷെ ആ ഒരു രീതി അവർക്ക് പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അന്നത്തെ തലമുറയില് അക്കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ആ ഒരു ബ്രെയിനിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ സിസ്റ്റംസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ആ പ്രായമായിട്ടുള്ള ആൾക്കാർ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറാൻ അവർ വല്ലാതെ ആ ഒരു ചേഞ്ചിനല്ലാതെ അവർ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും പലരുടെയും ജോബ് പോയിട്ട് എന്റെ ഫാമിലിയിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു സക്സസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു സക്സസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിലൊരു ചേഞ്ച് അത്യാവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെയൊക്കെ ചാനൽ സക്സസ് ആവാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു രീതിയല്ല. അത് ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റൈൽസ് വന്നിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ആരും അപ്ലൈ ചെയ്യാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ ചാനലൊക്കെ കുറച്ചും കൂടി സക്സസ് ആക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞ കുറച്ച് ടെക്നോളജി കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ ലൈഫിലേക്ക് എന്റെ ഒരു ചാനലിലേക്ക് കൊണ്ടുവരാണെങ്കിൽ എനിക്കൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാനൊക്കെ എപ്പോഴും സ്റ്റക്കിലാണ്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ചേഞ്ചസ് കൊണ്ടുവരാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലായിക്കോട്ടെ, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു ഫെയിലിയർ അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലൊരു സക്സസ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരേണ്ട അത്യാവശ്യമുണ്ട് നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ. നമ്മൾ അത്
അപ്പടി വേണ്ട എന്ന് വെക്കാതെ നമ്മൾ അതിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗതി മാറി ഒഴുകാൻ തുടങ്ങും കേട്ടോ. അത് നിങ്ങൾ എന്നാലും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരേ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല എന്നാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആവാറുണ്ട്. പിന്നെ നമ്മൾ എത്ര നമ്മൾ ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്താലും എത്ര ഡയറ്റ് ചെയ്താലും ആ ഒരു സ്റ്റെക്ക് നമ്മുടെ ആ ഒരു വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ജംപ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ ഒരു ഫാസ്റ്റിംഗ് എടുക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു വർക്ക്ഔട്ടിന്റെ ടൈം കൂട്ടോ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ജംപ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്റ്റെക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു തോട്ട്സ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം കേട്ടോ. പിന്നെ പറയാനുള്ളത് മെയിൻറ്റെയിൻ ബാലൻസ് എന്നുള്ളതാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ സക്സസ് ആവാൻ പോകുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ട് ഒരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോബ് ആയിക്കോട്ടെ, ഇനി എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് മൊത്തമായിട്ടും ജീവിതം എന്നാണോ എൻഡ് ആവുന്നത് അതുവരെ നിങ്ങൾ പോകുന്ന ഒരു പ്രോസസ് ആണ് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ നിങ്ങൾക്കത് പ്രോഗ്രസ് ആവുന്നത് കാണാൻ പറ്റും. അല്ലാതെ ഒരു വ്യക്തി ഇന്നിപ്പം ഇത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മൾട്ടി മില്യണർ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാലും അവരും എവിടെ ഇരിക്കുന്നില്ല. അവരെവിടെയും ഇരുന്നിട്ടല്ല ഉള്ളത്, അവർ പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം മെയിൻറ്റെയിൻ ചെയ്യുക എന്ത് കാര്യമായാലും, അത് നിങ്ങളുടെ ഫിസിക്കലി ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ മെന്റലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് വേണം എനിക്കൊന്ന് കാലം നീട്ടി ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സമയമില്ല കേട്ടോ. സക്സസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഒരു കോടി രൂപ സമ്പാദിക്കുക എന്നാണ് നിങ്ങളുടെ ഒരു ചിന്തയെങ്കിൽ ആ 1 കോടിയിൽ എത്തുമ്പോൾ നിങ്ങളവിടെ സക്സസ് ആയില്ല. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്റ്റേജിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ പിന്നെയും ഒരു 1 കോർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല, നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അത് പലപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് ഇരുന്നാൽ മതി എന്നാണ് പലപ്പോഴും ചിന്തിക്കുക. അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പോകുന്നത് താഴോട്ടേക്കായിരിക്കും, ഫെയിലർ എന്ന രീതിയിലേക്ക് താഴേക്കായിരിക്കും നിങ്ങൾ ഗ്രേഡ് പോയിക്കൊണ്ടേയിരിക്കാം. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു കാര്യത്തെ. അത് നമ്മൾ മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും കേട്ടോ. ഇപ്പം ഞാൻ ഈ പറയുന്നത് നമ്മുടെ കരിയർ ലൈഫ് മാത്രം നിങ്ങൾ ബേസ് ചെയ്ത് ചിന്തിക്കരുത്. നിങ്ങളുടെ ഫിസിക്കൽ ആയിക്കോട്ടെ നിങ്ങളുടെ മെന്റൽ ആയിക്കോട്ടെ എല്ലാ തരത്തിലും നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി 10th പോയിന്റ് ആയിട്ട് ലാസ്റ്റ് പറയാനുള്ളത് സ്റ്റേ ഫോക്കസ്ഡ്. എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ കണ്ട ഡ്രീമിലും നിങ്ങൾ കണ്ട ഗോളിലും നിങ്ങളുടെ പാഷനിലും എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ലൈഫൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇപ്പം നേരത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ ഇന്നത് നേടിയെടുത്തിട്ട് എനിക്കൊന്ന് കാലം നീട്ടിയിരിക്കണം എന്നുള്ള രീതിയിൽ അത് ചിന്തിക്കാതെ എന്താണോ നിങ്ങളുടെ ഗോൾ അതിനിടയിൽ ഒരുപാട് കാരണങ്ങൾ വരാം, ഒരുപാട് തകർച്ചകൾ വരാം, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഗോളിലാണ് അല്ലെങ്കിൽ എൻ്റെ സക്സസ്സിലാണ് എന്നുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും ആ രീതിയിലുള്ള നമ്മുടെ ഫ്രണ്ട് സർക്കിൾസ് ആണെങ്കിലും എന്താ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ മാത്രമേ നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ എന്താണോ ഡ്രീം ആ ഡ്രീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതെങ്ങനെ നേടിയെടുക്കാം, അതെങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചു എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ നേടിയെടുത്തിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.